ഹലോ കൂട്ടുകാരെ, നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷേ എന്നാലും പുറത്തുനിന്ന് വാങ്ങിക്കാൻ മടിയായതുകൊണ്ട് തന്നെ ഞാൻ കുക്ക് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് കുറച്ച് കോവയ്ക്ക തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്നേഹപൂർവ്വം തന്ന സാധനങ്ങൾ നമ്മൾ കളയാൻ പാടില്ലല്ലോ, അപ്പോൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ കോവയ്ക്ക എനിക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നാണ്. അപ്പോൾ ഞാനതിന് ഒരു പാനിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു കോവയ്ക്ക 4ആയിട്ട് കട്ട് ചെയ്ത് അങ്ങനെയുള്ള ഇതിൽ 4ആയിട്ട് കട്ട് ചെയ്യുമല്ലോ, ആ നീളത്തിൽ കട്ട് ചെയ്ത് നമ്മളൊന്ന് ഫ്രൈ ചെയ്യുക. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഡീപ്പ് ഫ്രൈ ആവേണ്ട കാര്യമില്ല, ഒന്ന് കുക്കാവണം, അതിൻ്റെ കിളികിളിപ്പ് പോകണം എന്നാണ് ഇതിൻ്റെ ഒറിജിനൽ വീഡിയോയിൽ പറയുന്നത്. ഇതിന് ഈ കോവയ്ക്കൊക്കെ ഭയങ്കര കിളികിളിപ്പില്ലാത്തത് കൊണ്ട് തന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തു. നന്നായിട്ടൊന്ന് വെന്തപ്പം ഞാനത് മാറ്റി വെച്ചു. പിന്നെ പാനിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു, സവാള ഇട്ട് കൊടുത്തു, തക്കാളിക്ക് ഇട്ട് കൊടുത്തു. അതൊന്ന് വഴണ്ട് വന്നപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഞാൻ ഗരം മസാല ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് തേങ്ങയും ജീരകവും കൂടെ അരച്ചതും കൂടെ ചേർത്ത്, തേങ്ങയൊക്കെ എൻ്റെ വളരെ കുറവായിരുന്നു നാട്ടിൽ പോയിട്ട് വന്നതുകൊണ്ട്. അപ്പം പിന്നെ ഞാൻ അതിനകത്തേക്ക് അതൊന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ കോവയ്ക്കയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഇളക്കി ഉപ്പ് ഇട്ട് കൊടുത്തു. മല്ലിയിലയോ കറിവേപ്പില ഇടാം, ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ല കോമ്പിനേഷനാണ്. ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, പക്ഷേ ഇത് സക്സസ് ആയിട്ടുണ്ട്. ഇതെനിക്ക് ടേസ്റ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ നിന്ന് കിട്ടിയ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് അച്ചാറും ഉണ്ടായിരുന്നു. ഇത് എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ, ഞാൻ വാങ്ങിച്ചാലേ കേട്ടോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള സ്നേഹ സമ്മാനങ്ങളൊക്കെ തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല രസമാണ് അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമേ.